കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 895 സൂറത്തു സാഫാത്ത് ആയത്തുകൾ 75 മുതൽ 122 വരെ, പേജ് നമ്പർ 1569. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نادانا نوح فلنعم المجيبون ونجيناه وأهله من الكرب العظيم وجعلنا ذريته هم الباقين وتركنا عليه في الآخرين سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين ثم أغرقنا الآخرين وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ما تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين فنظر نظرة في النجوم فقال إني سقيم فتولوا عنه مدبرين فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون فراغ عليهم ضربا باليمين فأقبلوا إليه يزفون قال أتعبدون ما تنهتون والله خلقكم وما تعملون قالوا ابنوا له بنيانا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين ولقد مننا على موسى وهارون ونجيناهما وقومهما من الكرب العظيم ونصرناهم فكانوا هم الغالبين وآتيناهما الكتاب المستبين وهديناهما الصراط المستقيم وتركنا عليهما في الآخرين سلام على موسى وهارون
ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 896, സൂറത്തു സ്വാഫാത്ത് ആയത്ത് 75, പേജ് നമ്പർ 1569. വലഖദ് നാദാന നൂഹൻ, നൂഹ് നമ്മെ വിളിച്ച് തേടുകയുണ്ടായി. സുദീർഘമായ കാലം പ്രബോധനം നടത്തി ഒടുവിൽ നിരാശനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അക്രമികളെ ഒന്നായി മഹാജലപ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു. ഫലനിഅമൽ മുജീബൂൻ, അപ്പോൾ ഉത്തരം നൽകിയവർ എത്ര നല്ലവർ. അതായത് ഉത്തരം നൽകിയവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അത് ബഹുവചനായിട്ട് പറഞ്ഞതാണ്. ആദരവിൻ്റെ ആയത്ത് 76. വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം, അദ്ദേഹത്തെയും കുടുംബത്തെയും വമ്പിച്ച വിപത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആയത്ത് 77. വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെ നാം നിലനിൽക്കുന്നവരാക്കുകയും ചെയ്തു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ അക്രമികളെ ജലപ്രളയത്തിൽ നശിപ്പിക്കുകയും വിശ്വാസികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ പ്രവാചകൻ്റെ സന്തതി പരമ്പരകളാണ് ഭൂമിയിൽ പിന്നീട് വളർന്നു വികസിച്ചത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ മകനായ സാമിൻ്റെ സന്തതികളാണ് അറബികൾ. പേർഷ്യക്കാർ യൂറോപ്യർ റോമക്കാർ എന്നും ഹാം എന്ന പുത്രൻ്റെ സന്തതികളാണ് നീഗ്രോ വംശക്കാരും മറ്റുമായ കറുത്ത വർഗ്ഗങ്ങൾ എന്നും തുർക്കികൾ യാഗോക്ക് മാഗോക്ക് റഷ്യ മംഗോളിയ തുടങ്ങിയ നാടുകളിലുള്ളവർ യാഫിദിൻ്റെ സന്തതികളാണെന്ന് അഭിപ്രായങ്ങളുണ്ട്. ആയത്ത് 78. വതറകിന അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തെ പറ്റി നാം സൽപ്പേര് നിലനിർത്തുകയും ചെയ്തു. ആയത്ത് 79. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, ലോകരിൽ നൂഹിന് സമാധാനം. നൂഹ് നബി അലൈഹി സ്വലാമിനെ വില കുറച്ച് കാണുന്നവരായി ലോകത്ത് ആരുമില്ല. അനേകായിരം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നിലനിൽക്കുന്നു. ആയത്ത് 80. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നിഷ്കളങ്കന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത്. ആയത്ത് 81. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായും അദ്ദേഹം നമ്മുടെ യഥാർത്ഥ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവനാകും. പേജ് നമ്പർ 1570. ആയത്ത് 82. ثم أغرقنا الآخرين, പിന്നെ മറ്റുള്ളവരെ നാം മുക്കിക്കൊന്നു. ആയത്ത് 83. വഇന്ന മിൻ ശിയഅതിഹി ലഇബ്രാഹിം, നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം. ആയത്ത് 84. ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ ഹൃദയവുമായി അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ വന്ന സന്ദർഭം. ഖൽബുൻ സലീം എന്നാണ് പ്രയോഗം. സത്യനിഷേധത്തിൻ്റെയോ സംശയങ്ങളുടെയോ നേരിയ ലാഞ്ചന പോലുമില്ലാത്ത പൂർണ്ണമായും ത്യാഗസന്നദ്ധനായി ഒരു തരത്തിലുള്ള സ്വാർത്ഥതയോ പ്രലോഭനമോ പ്രകോപനമോ ദുരാഗ്രഹമോ അസൂയയോ പകയോ വിദ്വേഷമോ കളങ്കമോ ഭൗതിക താല്പര്യങ്ങളോ തീണ്ടാത്ത മനസ്സുമായി അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചു എന്നർത്ഥം. ആയത്ത് 85. ഇത് ഖാല ലി അബീഹി വഖൗമിഹി, അദ്ദേഹം തൻ്റെ പിതാവിനോടും തൻ്റെ ജനങ്ങളോടും ചോദിച്ച സന്ദർഭം. മാദാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്. ആയത്ത് 86. അഇഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരിദൂൻ, അള്ളാഹുവിന് പുറമെയുള്ള ദൈവങ്ങളെ വ്യാജമായി നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്. ആയത്ത് 87. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, അപ്പോൾ ലോകരക്ഷിതാവിനെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ്. ആയത്ത് 88. ഫനദറ നദറതൻ ഫിൻ നുജൂം, എന്നിട്ട് അദ്ദേഹം നക്ഷത്രങ്ങളിൽ ഒന്ന് നോക്കി. ഒരു കാര്യത്തെപ്പറ്റി ദീർഘമായി ചിന്തിച്ചു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണിതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ആയത്ത് 89. ഫഖാല ഇന്നി സഖീം, എന്നിട്ട് അദ്ദേഹം തീർച്ചയായും ഞാൻ അസുഖമുള്ളവനാണ് എന്ന് പറഞ്ഞു. ആയത്ത് 90. ഫതവല്ലൗ അൻഹു മുദ്ബിരീൻ, അപ്പോൾ അദ്ദേഹത്തെ വിട്ട് അവർ പിന്തിരിഞ്ഞു പോയി. ജനങ്ങളെല്ലാം ഒരു ഉത്സവത്തിന് പോയപ്പോൾ അവരുടെ കൂടെ പോകാതെ രോഗിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്നു എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. തൻ്റെ ജനതയുടെ അവസ്ഥയും ആലോചിച്ച് മനസ്സിന് സുഖമില്ല എന്നാണ് ഉദ്ദേശ്യം. അതല്ല ശാരീരികമായി തന്നെ സുഖമില്ല എന്നായിരുന്നു എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആലം. ആയത്ത് 91. ഫറാഗ ഇലാ ആലിഹതീം, അപ്പോൾ അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേരെ തിരിഞ്ഞു. പേജ് നമ്പർ 1571. ഫഖാല അലാ തഅകുലൂൻ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നിവേദ്യങ്ങളൊന്നും നിങ്ങൾ തിന്നുന്നില്ലേ. ആയത്ത് 92. മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആയത്ത് 93. ഫറാഗ അലൈഹിം ദർബൻ ബിൽ യമീൻ, അങ്ങനെ അദ്ദേഹം ആ ദൈവങ്ങളുടെ മേൽ വലത്തെ കൈകൊണ്ട് ആഞ്ഞടിച്ചു.
പ്രധാന ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം അദ്ദേഹം കഷണമാക്കി, വലിയ വിഗ്രഹമൊഴികെ എന്ന് അംബിയ 58 പറയുന്നുണ്ട്. ഉത്സവം കഴിഞ്ഞ് മടങ്ങി വന്ന ജനങ്ങൾ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടതായി കണ്ടു. ആരാണിത് ചെയ്തതെന്ന അന്വേഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി അറിഞ്ഞു. പിടിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. ഈ വിവരങ്ങൾ അംബിയയിൽ വന്നിട്ടുണ്ട്. ഇവിടെ സംഗ്രഹിച്ചു പറഞ്ഞതാണ്. അതായത് ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പിതാവ് വിഗ്രഹമുണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു, അതിൻ്റെ വലിയ ആളായിരുന്നു അദ്ദേഹം. അവരുടെ ആ മുശ്രിക്കുകളുടെ നേതാവായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ മറ്റൊരു സമൂഹത്തിൻ്റെ മറ്റൊരു വിഭാഗത്തിൻ്റെ വിഗ്രഹത്തിൽ പോയി തച്ചുടച്ചതല്ല. ഇത് അവർക്ക് സത്യം ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാം. ആയത്ത് 94 ഫഅഖ്ബരു ഇലൈഹി യസിഫൂൻ, അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തിരക്കിട്ട് ചെന്നു. ആയത്ത് 95 ഖാല അതഅബുദൂന മാ തൻഹിതൂൻ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊത്തിപ്പണിഞ്ഞുണ്ടാക്കുന്നതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? സ്വന്തം കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യാൻ, അവയുടെ മുമ്പിൽ സങ്കടങ്ങൾ ഉണർത്താൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക? ഇത്രത്തോളം ബുദ്ധിയും വിവേകവും ഇല്ലാത്തവരായോ നിങ്ങൾ? ആയത്ത് 96 വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, അല്ലാഹു ആണല്ലോ നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിനെയും സൃഷ്ടിച്ചത്. ആയത്ത് 97 ഖാലു ബിനൂ ലഹു ബുന്യാന, അവർ പറഞ്ഞു, ഇബ്രാഹിമിന് ഒരു എടുപ്പുണ്ടാക്കുവീൻ. ഫഅൽഖൂഹു ഫിൽ ജഹീം, എന്നിട്ടവനെ ജ്വലിക്കുന്ന തീയിൽ എറിയുകയും ചെയ്യുവീൻ. വലിയ കുഴിയുണ്ടാക്കി അതിൽ വിറക് നിറച്ച് കത്തിച്ച് ആ അഗ്നിയിൽ ഇബ്രാഹിമിനെ എറിയുക. ആയത്ത് 98 ഫഅറാദു ബിഹി കൈദം ഫജഅൽനാഹുമുൽ അസ്ഫലീൻ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ച് അവർ ഒരു തന്ത്രം ഉദ്ദേശിച്ചു. അങ്ങനെ നാം അവരെ മഹാ അധമന്മാരാക്കി. അവരുടെ തന്ത്രം പരാജയപ്പെട്ടു. തീയിലെറിഞ്ഞതും രക്ഷപ്പെടുത്തിയതും അംബിയ 69-70 വ്യാഖ്യാനത്തിലുണ്ട്. പേജ് 1135, 1136. അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷമുള്ള സംഭവങ്ങളാണ് ഇനി പറയുന്നത്. പേജ് നമ്പർ 1572. ആയത്ത് 99 വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, അവൻ എന്നെ നിർവഴിക്ക് നയിക്കുന്നതാണ്. കഠിന ശത്രുത പുലർത്തുന്ന ജനസമൂഹത്തിൽ ഇനി പ്രബോധനം സാധ്യമാകില്ല. ആ നാട് വിടാൻ തീരുമാനിക്കുകയാണ്. തൻ്റെ റബ്ബ് തനിക്ക് മാർഗനിർദ്ദേശം നൽകും. അവൻ എന്നെ കൈവെടിയുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ ഇറാഖ് വിട്ടു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ഷാമിലേക്ക് ഹിജ്റ പോയി. ആയത്ത് 100 റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എൻ്റെ റബ്ബേ എനിക്ക് സദ്വത്തരായ സന്താനങ്ങൾ തരണമേ. ആയത്ത് 101 ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം, അപ്പോൾ ക്ഷമാശീലനായ ഒരു ആൺകുട്ടിയെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. തൗഹീദിൻ്റെ പ്രബോധനത്തിൽ തന്നെ സഹായിക്കുവാനും തനിക്ക് ശേഷം ആ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാനും ഒരു സദ്വൃത്തനായ മകനുണ്ടാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ ഒരു സഹായിയായി ഒരു മകന് വേണ്ടി അദ്ദേഹം മനമുരുകി ദുആയിരുന്നു. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ഇസ്മായിൽ എന്ന മകനെ അല്ലാഹു അദ്ദേഹത്തിന് നൽകി. ആയത്ത് 102 ഫലമ്മ ബലഗ മഅഹു സഅയ, അങ്ങനെ ആ കുട്ടി അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രയത്നിക്കാറായി എന്ന് വെച്ചാൽ ഉപജീവന മാർഗങ്ങളിൽ സഹായിക്കാൻ കഴിയുന്ന പ്രായം എന്നർത്ഥം. മതപരമായ സേവനത്തിൽ സഹായം നൽകാൻ കഴിയുന്ന പ്രായം എന്നുമാവാം. 13 വയസ്സ് പ്രായമെത്തി എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ ബനാമി അന്നി അദ്ബഹുക, അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോനെ, ഞാൻ നിന്നെ അറുക്കുന്നുവെന്ന് സ്വപ്നത്തിൽ കാണുന്നു. ഫൻദുർ മാദാ തറാ, അതുകൊണ്ട് നോക്കൂ നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്. സ്വപ്നം പ്രവാചകന്മാരുടെ ദിവ്യബോധനത്തിൻ്റെ ഭാഗമാണ്. അറുത്തു എന്നല്ല, അറുക്കുന്നു എന്നാണ് കണ്ടത്. ഇസ്മായിലിനെയാണ് ബലിയറുക്കാൻ കൊണ്ടുപോയത്. ഇതിനുശേഷം ഇസ്ഹാഖിൻ്റെ ജനനവും മറ്റും തൊട്ടുതാഴെ പറയുന്നുണ്ട്. ഇവിടെ പരാമർശിക്കുന്ന മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ആകുന്നു. ബൈബിളിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയാണ് ഈ കുട്ടി എന്നാണ് ഉള്ളത്. അത് മാറ്റിത്തിരുത്തപ്പെട്ടതാണ്. തികഞ്ഞ വർഗീയതയാണ് ഇതിൻ്റെ പ്രേരക ശക്തി. ഇസ്ഹാഖിൻ്റെ സന്താന പരമ്പരയായ ഇസ്രായേലിയർക്ക് ഈ പദവി ലഭിക്കാൻ ഈ വിഷയം പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ധാരാളം തെളിവുകൾ അവർ ഉദ്ധരിക്കുകയും ചെയ്തതായി കാണാം. ബൈബിളിൽ നിന്നും തെളിവുകൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, പ്രിയ പിതാവേ, നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുക. പേജ് നമ്പർ 1573. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ക്ഷമാശീലരിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് കാണാം. ദൈവിക കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാണ്. സദ്വൃത്തനായ സന്തതിയെ നൽകണമേ എന്നായിരുന്നല്ലോ പ്രാർത്ഥിച്ചിരുന്നത്. ക്ഷമാശീലനായ മകനെ നൽകും എന്ന് റബ്ബ് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. പിതാവും പുത്രനും കൽപ്പന അനുസരിക്കാൻ ഒരുങ്ങി. ഇതാണ് ആത്മാർപ്പണം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് വെച്ചാൽ അർപ്പണം എന്നർത്ഥമാണ്. അർപ്പിക്കേണ്ടത് ദേഹത്തെയും ധനത്തെയുമാണെന്ന്
സൂറത്ത് തൗബ 111 വ്യക്തമാക്കിയിട്ടുണ്ട്. ആ അർപ്പണം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയാണ് ഇവിടെ. ആയത്ത് 103. ഫലമ്മാ അസ്ലമ, അങ്ങനെ അവർ ഇരുവരും അർപ്പിച്ചപ്പോൾ വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം മകനെ നെറ്റിത്തടത്തിലേക്ക് കിടത്തുകയും ചെയ്തപ്പോൾ, കമഴ്ത്തി കിടത്തി എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. മകൻ അങ്ങനെ നിർദ്ദേശിച്ചതാണെന്നും പറയുന്നു. അറുക്കുന്ന സമയത്ത് മകൻ്റെ ഓമന മുഖം തെളിഞ്ഞു കണ്ടാൽ ചിലപ്പോൾ കൈവറച്ച് അറക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് കമഴ്ത്തി കിടത്തി പിരടിയിൽ നിന്ന് അറുക്കലായിരിക്കും നല്ലത്. അർപ്പിക്കുക എന്നതിന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പിതാവും പുത്രനും സർവാത്മന തയ്യാറായി. വാർദ്ധക്യകാലത്തുണ്ടായ മകൻ വളർന്നു വന്ന് തൻ്റെ കൂടെ ജോലികളിൽ സഹായിക്കാനാകുന്ന ഘട്ടം ഒരു പിതാവിന് വലിയ പ്രതീക്ഷയുണ്ടാകുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ആറ്റുനൂറ്റുണ്ടായ ആ മകനെ സ്വന്തം കൈകൊണ്ട് അറുക്കുവാൻ ദൈവകൽപ്പന വരുന്നത്. അതനുസരിക്കാൻ ആ പിതാവ് ഒരുങ്ങി. സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്ന രംഗമാണിത്. അറുക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുവാൻ ആ പുത്രനും സർവാത്മന തയ്യാറായി. മകനും അള്ളാഹുവിന് തന്നെ സ്വയം അർപ്പിക്കുന്നു. രണ്ടുപേരും അർപ്പിച്ചു എന്ന പ്രയോഗം അതാണ് വ്യക്തമാക്കുന്നത്. ആയത്ത് 104. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അദ്ദേഹത്തെ നാം വിളിച്ചു പറയുകയും ചെയ്തു, ഓ ഇബ്രാഹിം. ആയത്ത് 105. ഖദ് സ്വദ്ദഖത റുയ, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്രകാരം അംഗീകരിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കുക. മകനെ ബലിയർപ്പിക്കുവാൻ കൽപ്പിച്ചു. ഒരു മകൻ പോയാൽ പിന്നെ വേറെ മക്കളുണ്ടല്ലോ എന്ന് വിചാരിക്കാൻ തരമില്ല. കുട്ടിയെ വളർത്തുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചു. കുട്ടിയും ബാപ്പയോടൊപ്പം പ്രവർത്തിക്കാവുന്ന സമയമെത്തി. ബാപ്പ കുട്ടിയോട് വിവരം പറഞ്ഞു. യാതൊരു മടിയും കൂടാതെ മകൻ സമ്മതിച്ചു. മിനായിൽ ഇതിനുവേണ്ടി നിർണയിക്കപ്പെട്ട സ്ഥലത്തേക്ക് ബാപ്പയും മകനും നടന്നുപോയ രംഗം ഓർക്കുക. മകൻ്റെ നിർദ്ദേശപ്രകാരം കമഴ്ത്തിക്കിടത്തി. ഇതാണ് ആത്മാർപ്പണം. മാനവ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ത്യാഗ സമർപ്പണം. അവസാന നിമിഷത്തിൽ അറുക്കേണ്ടതില്ലെന്നും ഈ മഹാത്യാഗം അംഗീകരിച്ചിരിക്കുന്നുവെന്നും ദൈവിക പ്രഖ്യാപനമുണ്ടാകുന്നു. നിശ്ചയമായും നാം നിഷ്കളങ്കന്മാർക്ക് അപ്രകാരം പ്രതിഫലം കൊടുക്കുന്നു. ആയത്ത് 106. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇത് തന്നെയാണ് വ്യക്തമായ പരീക്ഷണം. പേജ് നമ്പർ 1574, ആയത്ത് 107. വഫദൈനാഹു ബിദ്ബിഹിൻ അദീം, മഹത്തായ ഒരു ബലിമൃഗത്തെ അദ്ദേഹത്തിന് നാം പകരം ബലിയർപ്പിക്കാൻ നൽകുകയും ചെയ്തു. സമാനതകളില്ലാത്ത ഒരു പരീക്ഷണം തന്നെയായിരുന്നു അത്. ആ പരീക്ഷണത്തിൽ സമ്പൂർണ്ണ വിജയം. മകന് പകരം ഒരു ബലിമൃഗത്തെ ബലിയർപ്പിച്ചു. ഒരു ആടായിരുന്നു അതെന്ന് ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും പറയുന്നു. പെരുന്നാൾ ദിനത്തിൽ മിനയിൽ വെച്ചായിരുന്നു ഈ സംഭവം. ഹാജിമാർ മിനയിലും വിശ്വാസികൾ തങ്ങളുടെ നാടുകളിൽ വെച്ചും ബലിയർക്കാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. മകന് പകരമായുള്ളത് കൊണ്ടാണ് മഹത്തായ ബലിമൃഗം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആയത്ത് 108. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് പിൻതലമുറകളിൽ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ആയത്ത് 109. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് സമാധാനം. ആയത്ത് 110. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നിഷ്കളങ്കന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ്. ആയത്ത് 111. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായും അദ്ദേഹം യഥാർത്ഥ വിശ്വാസികളായ നമ്മുടെ അടിമകളിൽപ്പെട്ടവനാകുന്നു. ആയത്ത് 112. വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായി ഇസ്ഹാഖിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. ഇസ്ഹാഖിനെ പറ്റി സന്തോഷവാർത്ത നൽകി എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ വിവരിച്ച സംഭവത്തിലെ മകൻ ഇസ്മായിലാണെന്ന് വളച്ചുകെട്ടില്ലാതെ ചിന്തിച്ചാൽ വ്യക്തമാണ്. ബലി അർപ്പിക്കപ്പെടാൻ ഒരുങ്ങിയ മകൻ ഇസ്ഹാഖാണെന്ന ക്രിസ്ത്യൻ യഹൂദിവാദം ഇതുകൊണ്ട് തന്നെ ദുർബലമാണ്. ആ പദവി ലഭിച്ച ഈ ഇസ്ഹാഖിൻ്റെ സന്തതികൾ എന്ന പാരമ്പര്യം തങ്ങൾക്കാവണമെന്ന ചിന്തയിൽ നിന്നാണതുണ്ടായത്. ഇസ്മായിൽ പരമ്പരയിൽ വന്ന അന്ത്യപ്രവാചകനെ തള്ളിക്കളയാനുണ്ടായ അതേ മനോഭാവമാണ് ഇവിടെയും അവർക്കുള്ളത്. ആയത്ത് 113. വബാറക്നാ അലൈഹി വഇസ്ആല ഇസ്ഹാഖ, അദ്ദേഹത്തിനും ഇസ്ഹാഖിനും നാം അനുഗ്രഹം നൽകുകയും ചെയ്തു. വമിൻ ദുർരിയതിഹിമാ മുഹ്സിനും വദാലിമുൻ ലിനഫ്സിഹി മുബീൻ, അവരുടെ രണ്ടാളുകളുടെയും മക്കളുടെ കൂട്ടത്തിൽ സദ്വത്തരും സ്വന്തത്തോട് വ്യക്തമായ ദ്രോഹം ചെയ്തവരുമുണ്ട്. ഇസ്മായിൽ പരമ്പരയിൽപ്പെട്ടവരെല്ലാവരും സജ്ജനങ്ങളാകണമെന്നില്ല. ഇസ്ഹാഖ് പരമ്പരയിൽ പെട്ടവരായ ഇസ്രായേലിയർ മുഴുവനും സദ്വൃത്തരാകണമെന്നില്ല. സദ്വൃത്തരും ദുർവൃത്തരും രണ്ട് പരമ്പരകളിലുമുണ്ട്. തൻ്റെ കുടുംബത്തെ മക്കയിൽ പാർപ്പിച്ച സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച കാര്യം അൽ ബഖറ 126 പ്രസ്താവിച്ചിടത്തും ഇക്കാര്യം കാണാം. സന്തതി പരമ്പരകളിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകുമെന്ന കാര്യം. ആയത്ത് 114, പേജ് നമ്പർ 1575. വലഖദ് മനന്നാ അലാ മൂസ വഹാറൂൻ, നിശ്ചയമായും നാം മൂസ ഹാറൂൻ
എന്നിവർക്ക് ഔദാര്യം നൽകി. ആയത്ത് 115 വനജൈനാഹുമ വഖൗമഹുമ മിനൽ കർബിൽ അളീം, അവർ രണ്ടുപേരെയും അവരുടെ ജനതയെയും മഹാദുരിതത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേലിയരിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക, അടിമകളാക്കുക, കനത്ത ഭാരമേറിയ ജോലികൾ ചെയ്യിക്കുക എന്നിങ്ങനെ പല അക്രമങ്ങളും ഫിർഔൻ ചെയ്തിരുന്നു. ഒടുവിൽ ഇസ്രായേലിയരെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആയത്ത് 116 വനസർനാഹും ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അവരെ നാം സഹായിക്കുകയും അങ്ങനെ വിജയികൾ അവർ തന്നെയാവുകയും ചെയ്തു. ആയത്ത് 117 വആതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ, അവരിരുവർക്കും കാര്യം വ്യക്തമാക്കുന്ന വേദഗ്രന്ഥം നാം നൽകുകയും ചെയ്തു. ആയത്ത് 118 വഹദൈനാഹുമസ് സിറാത്തൽ മുസ്തഖീം, അവരെ രണ്ടുപേരെയും നേർവഴിയിൽ നാം നയിക്കുകയും ചെയ്തു. ആയത്ത് 119 വതറഖനാ അലൈഹിമാ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അവരെപ്പറ്റി സൽകീർത്തി അവശേഷിപ്പിക്കുകയും ചെയ്തു. ആയത്ത് 120 സലാമുൻ അലാ മൂസ വഹാറൂൻ, മൂസാക്കും ഹാറൂനും സമാധാനം. ആയത്ത് 121 ഇന്നക ദാലിക നജ്സിൽ മുഹ്സിനീൻ, നിശ്ചയമായും നിഷ്കളങ്കന്മാർക്ക് അപ്രകാരം നാം പ്രതിഫലം കൊടുക്കുന്നു. ആയത്ത് 122 ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായും അവരിരുവരും നമ്മുടെ യഥാർത്ഥ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവരാകുന്നു.